പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ CSR കടവ്. ഞാനൊരു 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു അപകടാവസ്ഥ. ഒരു ചേട്ടൻ ബൈക്ക് ഓടിച്ച് പാഞ്ഞു വരുന്ന സംഗതിയാണ് CSR കടവുകൾ. ഇതൊക്കെ ഇവിടുത്തെ ഒരു സുപരിചിതമായിട്ടുള്ള കാഴ്ചയാണ്. ഇന്ന് ഇവിടെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ട ജയൻ ജോസഫ് പട്ടത്ത് വെള്ളത്തിലിറങ്ങി ജലജാഗ്രതാ സത്യാഗ്രഹം നടത്താണ്. ഇത് ഈ ജയൻ ജോസഫ് പട്ടത്ത് എന്ന് പറയുന്ന ചേട്ടൻ ഇവിടുത്തെ സാമൂഹിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തോണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ സമരം ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ നിൽക്കുന്നത് CSR കടവിലാണ്. ഇവിടെ നമുക്ക് കാണാൻ ഒരു മോട്ടോർ ഷെഡ്. ഈ മോട്ടോർ ഷെഡ് വളരെ ഫേമസ് ആണ്. ഈ മോട്ടോർ ഷെഡിന്റെ മുകളിൽ നിന്നാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്ന ഒരു ചേട്ടൻ എടുത്ത് ചാടിയത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ജയൻ ജോസഫ് പട്ടത്ത് കണ്ട താഴെ വെള്ളത്തില് കാലത്ത് ഇതിപ്പോ തുടങ്ങിയിട്ടുള്ള ഏകദേശം 1 മണിക്കൂറോളായി ജലസത്യാഗ്രഹം. ആള് പറയുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ ആളുകൾ വരുന്നത് അടച്ചുപൂട്ടാനൊന്നല്ല. അത്യാവശ്യം ഇവിടെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവണം. ഒരാൾക്കൊരു അപകടം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് സഹായിക്കും, ആരിവിടെ ഇടപെടും, യാതൊരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ ഇവിടെ ഇതുപോലെ ആളുകളെ വരുത്തി ഈ ആളുകൾ വന്ന് ഇങ്ങനെ ഈ കുളിക്കുകയും അതുപോലെ ഇടപെടുകയും ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ ആരാണ് ഉണ്ടാവുക? അതിൽ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നൊരു സന്ദേശം മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ജയൻ ജോസഫ് പട്ടത്ത് ഇപ്പോൾ ഈ ജലസത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു സംഭവം ആരംഭിച്ചുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാം. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ ഉണർത്തുന്നതിന് വേണ്ടി ഇത്തരം സമരമാർഗങ്ങളിലേക്ക് നീങ്ങുന്നത് തന്നെ കാലിക പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് ജയൻ ചേട്ടന്റെ അടുത്തേക്ക് ചെല്ലാം. ജയൻ ചേട്ടാ നമസ്കാരം. ഇന്ന് ജലസത്യാഗ്രഹമാണല്ലോ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സമരത്തിന്റെ ഭാഗമാണ്. അത് ശരി. എന്താണ് ഇങ്ങനെയൊരു സമരം? ഇനിയൊരു മരണം ഈ കൊമ്പൻപാറ തടയണയിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു മുൻകരുതൽ പഞ്ചായത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ചേട്ടൻ ഇവിടെ വന്ന് കാണുമ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥയെ പറ്റി പറയാനായിട്ടുള്ളത് എന്താണ്? ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ചേട്ടൻ ഇവിടെ വരാറ്, ചേട്ടന്റെ വീട് ഇവിടെ വരുമ്പോ ചേട്ടന് തോന്നിയിട്ടുള്ള സംഭവം എന്താണ്? എനിക്ക് തോന്നുന്നു ചാലക്കുടി പുഴയിൽ ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള കുളിക്കടവ് ഈ തടയണയാണ്, ഈ കൊമ്പൻപാറ CSR കടവിന്റെ അടുത്ത്. കാരണം അതിരപ്പള്ളിയിലേക്ക് പോകുന്ന എല്ലാ കുടുംബങ്ങളും ഇവിടെ വൈകുന്നേരങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നത്. ഇവിടെയുള്ള അപകടം അവരാരും അറിയുന്നില്ല. നല്ല ഭംഗിയുള്ള വെള്ളം, കാരണം പ്രത്യേകിച്ച് അതികഠിനമായ ചൂട്. അപ്പൊ അവര് കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ ഭാര്യമാരെയും കൊണ്ട് മക്കളെയൊക്കെ കൊണ്ട് ഇറങ്ങുമ്പോൾ ഇവിടെ പതിഞ്ഞിരിക്കുന്ന ഒരു അപകടമുണ്ട്. ഇവിടെ ഒരു ബോർഡ് മുകളിൽ വെച്ചിട്ടുണ്ട്.